നമ്മൾ പൊതുജനത്തിന് നമുക്കിത് വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കുമ്പോൾ ഒരു സാധാരണതയുള്ളത്, ഒരു എളുപ്പമുള്ളത്, രണ്ടുപേരും ഇതിനെ എതിർക്കുകയാണ്. ഇത് ശരിയല്ല എന്ന അഭിപ്രായം ഇന്നലെ മുതൽ തന്നെ പറയുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയും സഭയിൽ പറഞ്ഞ കാര്യം അതാണ്, പ്രതിപക്ഷ നേതാവും പറഞ്ഞതാണ്. ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട്, ഇന്ന് പ്രതിപക്ഷ നേതാവ് കാര്യമായിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കാര്യത്തിൽ ശരിയല്ലാത്തത് നടന്നു എന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിക്കുകയാണ് എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ സംശയമില്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. ഇപ്പം BJP മാത്രമേ ഒരുപക്ഷേ അവരെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടില്ല, പക്ഷേ അവർക്ക് മാത്രമേ എന്തെങ്കിലും അഭിപ്രായം വ്യത്യസ്തമായിട്ടുണ്ടാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വോട്ടിനെയും പ്രതിനിധീകരിക്കുന്ന ഇരു മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, അത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്കതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിലപാടെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇത് ശരിയല്ലാത്തൊരു കാര്യം ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് നമുക്ക് ഇതിനകം വ്യക്തമാണല്ലോ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പാടുള്ളൂ എന്ന നിബന്ധന അങ്ങനെ ഉണ്ടായിരിക്കെ ആ നിബന്ധനയെ മറികടന്ന് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ, ഇങ്ങനൊരു നീക്കം നടത്താൻ ഇവർക്കെങ്ങനെ ധൈര്യമുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് അദ്ദേഹം ചോദിച്ചല്ലോ. അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഈ മൊത്തം വിഷയത്തിലേത് എന്ന തോന്നലാണ് സത്യസന്ധമായിട്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴും അതിനു മുമ്പും ഒക്കെ ഉള്ളത്. അതായത് എങ്ങനെ ധൈര്യമുണ്ടായി? കേരളത്തിൻ്റെ നമ്മളെല്ലാ മലയാളികളുടെയും ഏറ്റവും പരമപ്രധാനമായ സ്വത്തുക്കളിൽ ഒന്നാണ് ഈ വിഴിഞ്ഞം പോർട്ട്. കാരണം അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ 2500 കോടി രൂപയാണ് അദാനി ഇതിൽ മുതൽ മുടക്കി നിക്ഷേപിച്ചത് ആദ്യഘട്ടത്തിൽ. അവരിപ്പോൾ 2020 തുടങ്ങിയിട്ട് 2026 അവർ ഈ 2600 രൂപ നിക്ഷേപിച്ച അവരുടെ കമ്പനിയുടെ 49% 13,000 കോടിക്കാണ് വിറ്റിരിക്കുന്നത്. അല്ലേ? 13 എന്ന് വെച്ചാൽ പകുതി ഷെയർ കൊടുക്കുമ്പോൾ തന്നെ 13,000 കോടി അവർക്ക് കിട്ടി. എന്ന് വെച്ചാൽ അതിൻ്റെ ആക്ച്വൽ തുക നമ്മൾ വെറുതെ റഫായിട്ട് കണക്കെടുത്താൽ 26,000 കോടി രൂപയാണ്. 2600 കോടി മുടക്കിയവന് 26,000 കോടി രൂപ കയ്യിലേക്ക് വന്നു. അതിൻ്റെ മുതൽ മുടക്ക് വർദ്ധിച്ചു എന്നത് നിസ്സാരമായ കാര്യമേ അല്ലല്ലോ. അപ്പോൾ അത്രയും വലിയ ലാഭകരമായൊരു പരിപാടിയാണിത്. ശരിയാണ്, അദാനി പോർട്ടാണിത് ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുകൊണ്ടല്ല അത് ഇത്രയ്ക്ക് മൂല്യവത്തായിട്ട് ഈ കാലത്തിനകത്ത് 6 വർഷത്തിനടുക്ക് മാറിയത്. മറിച്ച് അത് തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഇരിക്കുന്നത്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ പ്രാധാന്യമാണ്, നമ്മുടെ ഈ സംവിധാനങ്ങൾ നടപ്പാക്കാനുള്ള നമ്മുടെ ദീർഘകാലമായിട്ടുള്ള പദ്ധതികളുടെയൊക്കെ ആകെ ഒരു തുകയാണ്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള അത്രമാത്രം വാല്യൂബിൾ ആയിട്ടുള്ളൊരു സംഗതിയിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി വന്ന ആൾ നമ്മളോട് പറയണമെന്നിരിക്കെ നമ്മളോട് പറയുക പോലും ചെയ്യാതെ വേറൊരു മുതലാളിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. നമ്മുടെ വീട്ടിൽ പണിയേൽപ്പിച്ചിരിക്കുന്ന ഒരാൾ നമ്മുടെ സമ്മതമില്ലാതെ മറ്റൊരാൾ, അയാൾ തട്ടിപ്പുകാരനോ വെട്ടിപ്പുകാരനോ നമുക്കറിയില്ല. ഇവിടെ അങ്ങനത്തെ ഒരു താരതമ്യമില്ല. കാരണം MSC പോർട്ട്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് വെച്ചാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ഈ ഷിപ്പിംഗ് കമ്പനി വരുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങളുണ്ടാവും. കാരണം ഇത് ലോകത്ത് 2 ലക്ഷത്തോളം ജീവനക്കാരുള്ള 900-ലേറെ 1000-നടുത്ത് ഷിപ്പുകൾ ഇങ്ങനെ നടത്തുന്ന ഒരുപാട് തുറമുഖങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ പരിചയമുള്ള ആളുകളാണ്, കമ്പനിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ലാഭം നമുക്കാണ് കിട്ടേണ്ടത്. 1. 2, ഇതെന്ത് നടക്കുമ്പോഴും നമ്മൾ അറിയണം, കേരളത്തിൻ്റെ ജനതയാണ് ഇതിൻ്റെ ഉടമസ്ഥർ. കേരളത്തിലെ സർക്കാർ പോലുമല്ല, കേരള ജനതയുടെ പൊതു ഉടമസ്ഥയുള്ള പല സംവിധാനങ്ങളിലൊന്നും അതിൻ്റെ നടത്തിപ്പ് ചുമതല നമ്മൾ ഈ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ നടപ്പാക്കുകയാണ്. സർക്കാർ ഈ പറയുന്ന കമ്പനി ആ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളൊരു കമ്പനിയെ നടത്തുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഗതി അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിന് മുൻകൂർ അംഗീകാരം വേണം. ഇന്ന് പ്രതിപക്ഷ നേതാക്കാരെ ചൂണ്ടിക്കാണിച്ചു, മുൻകൂർ അംഗീകാരം വേണമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട് ഈ ക്ലോസിൽ. എന്നിട്ടാണ് മുൻകൂർ അംഗീകാരം എടുക്കാതെ നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ഈ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തി ഒരു സമ്പൂർണ്ണ അഗ്രിമെൻ്റായി മാറുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി എടുത്താൽ മതി എന്നായിരുന്നു നമ്മുടെ വിചാരമെങ്കിൽ അങ്ങനെയല്ല. ഇതിനകത്ത് മുൻകൂർ അനുമതി തന്നെയും വേണം. എന്ന് വെച്ചാൽ ഞാൻ ശ്യാമിലിക്ക് എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ കൈമാറുകയാണെങ്കിൽ ആദ്യമേ ഞാൻ ഈ പറയുന്ന മുതലാളിയെ അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ കേരള സർക്കാരിനെ അറിയിച്ചിരിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ധൈര്യം, എനിക്കവർ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എനിക്കവർ സമ്മതം തന്നുകൊള്ളും എന്നൊരു ധൈര്യം എനിക്കുണ്ടാകണം, അദാനിക്കുണ്ടാകണം. അതായത് ഇത് കൊടുത്ത് 13,000 കോടി രൂപ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അത് കുഴപ്പമില്ല, കേരള സർക്കാരല്ലേ എനിക്ക് തന്നുകൊള്ളുമെന്ന ധൈര്യം എങ്ങനെ വന്നു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം സാങ്കത്യമുള്ളതാകുന്നത് അവിടെയാണ്. എങ്ങനെ ആ ധൈര്യം വന്നു? അദാനിക്ക് ഇപ്പോൾ പിണറായി വിജയന് ചോദിക്കാം,
അല്ലെങ്കിൽ KN ബാലഗോപാലിന് ചോദിക്കാം, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ധൈര്യം അവർ കാണിച്ചില്ലല്ലോ. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സർക്കാർ ഭരിക്കുമ്പോൾ, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ, രണ്ടാം പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ ഈ അദാനിയോടും ഗൗതം അദാനിയോടും കരൺ അദാനിയോടും ഒക്കെ വളരെ സ്നേഹത്തോടെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന, മീറ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ സർക്കാർ എവിടെയുള്ളപ്പോൾ അപ്പോൾ ഈ കച്ചവടം നടത്താൻ MSC പോർട്ടുമായിട്ട് ഇവർ എഗ്രിമെൻറ്റിന് പോയില്ലല്ലോ. ആ ധൈര്യം അവർ കാണിച്ചില്ലല്ലോ. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് എന്താണ് ആ ധൈര്യം എന്ന ചോദ്യം രാഷ്ട്രീയമായിട്ടും നിലനിൽക്കും, സാങ്കേതികമായിട്ട് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും നിലനിൽക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ വിമാനയാത്ര, ഞാൻ അതിനെക്കുറിച്ച് അത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുവരെയുള്ള RDX ഒന്നും ഞാൻ എന്തെങ്കിലും തരത്തിൽ അതൊരു കുറ്റമായിട്ടോ, ഒരു രാഷ്ട്രീയ പ്രവർത്തനം യാത്ര ചെയ്യാനുള്ള കാര്യമില്ല. അതൊരു എന്തൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം പിടിച്ച യാത്രയാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ള ധാരണയുള്ളതുകൊണ്ട് ഒരിക്കൽ പോലും അതിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോഴും ഞാൻ നെഗറ്റീവ് ഷെയ്ഡിൽ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ പതുക്കെ CPM-കാരും CPI-കാരും പ്രതിപക്ഷക്കാർ ഇത് കണ്ടില്ലേ, ഈ യാത്രയുടെ ഭാഗമാണ്, അദാനിയുമായിട്ടുള്ള ബന്ധമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ MP ഗോവിന്ദൻ മാസ്റ്റർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറയുകയാണ് ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുകൾ ആ ഭാഗത്തേക്ക് കൂടെ നോക്കേണ്ടി വരും. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ എന്ന തോന്നൽ വരും. അവിടെ KC വേണുഗോപാൽ എത്ര ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് പദവിക്കുള്ള റേസിൽ ഈ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും ഉണ്ടായിരുന്നു. അപ്പോൾ VD സതീശൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് ചില പോയിന്റ് കിട്ടും, അദ്ദേഹം പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കുകയാണെന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കാം. അങ്ങനൊരു സംഗതി അതിനകത്ത് ഉണ്ടാകാം. പക്ഷേ അത് മാത്രമല്ലോ, അദ്ദേഹം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നേതാവല്ലേ. അദ്ദേഹം പറയാണ് ഇതിങ്ങനെ അദാനിക്കെതിരെയാണ് അദ്ദേഹം പറയുന്നത്, അദാനി വിശദീകരിക്കണം എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ ഉണ്ടാവുന്നു? അദാനി അപ്പോൾ ഇത് KC വേണുഗോപാലിനെ പോലെ വളരെ സുപ്രധാനമായിട്ടൊരു കോൺഗ്രസ് നേതാവ് പറയുകയാണ്. കാരണം അദ്ദേഹത്തിന് പറയണം, അദ്ദേഹത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അദാനിക്കെതിരായിട്ടുള്ള നിലപാട് ആവർത്തിച്ചെടുക്കുന്നയാളാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്. അപ്പോൾ എങ്ങനെ വന്നു എന്നതിന് വിശദീകരണം VD സതീശൻ, മുഖ്യമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രി കേരള ജനതയോട് പറയണം. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യത്തെ അല്ല വ്യക്തമാക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു വിഷമ സാഹചര്യത്തിലേ വ്യക്തമാക്കുന്നത്. നമ്മുടെ അതിസങ്കീർണമായിട്ടുള്ള, അതിപ്രാധാന്യമുള്ള, തന്ത്രപ്രാധാന്യമുള്ള ഒരു കടൽ തീരത്ത് കിടക്കുന്ന വിഴിഞ്ഞം പോർട്ട്, ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ നടത്തിപ്പിനായി കൊണ്ടുവന്നൊരു കമ്പനിയിൽ മറ്റൊരു വലിയ ലോകത്തെ ഭീമാകാരനായിട്ടുള്ളൊരു പ്ലെയർ വന്നിട്ട് ഇത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അങ്ങ് വാങ്ങിച്ചുകൊണ്ടും അതിൻ്റെ നിയന്ത്രണാധികാരം തന്നെയും സ്വന്തമാക്കുന്ന വിധത്തിൽ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ തന്നെയും പറയുമ്പോൾ നമ്മളൊരല്പം പേടിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. നാട്ടുകാരാകപ്പാടെ അയ്യോ നമ്മുടെ നഷ്ടമാണല്ലോ അത്, മുഖ്യമന്ത്രിയോട് പറയണ്ടേ, മുഖ്യമന്ത്രി അറിയണ്ടേ. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നന്നായിട്ട് ഇടപെട്ടു, പ്രതിപക്ഷ പറഞ്ഞ കാര്യത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു, ഇന്നിപ്പോൾ കത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ധൈര്യം എങ്ങനെ വന്നു? ഇപ്പോൾ പിണറായി വിജയൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളുകളും പറയില്ലേ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണെങ്കിൽ ഈ ധൈര്യം ഇയാൾ കാണിക്കില്ലായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന കാര്യം അവിടെ വരികയാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടുന്നൊരു കാര്യം, ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഈ നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ്. നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ 2004 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആദ്യകാലത്തെ കരാറ് വലിയ മാറ്റങ്ങളോടെയാണ് പിന്നീട് VS അച്യുതാനന്ദൻ വന്ന് വലിയ സമരങ്ങൾക്കൊടുവിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിലുള്ളത്, കുറേ കൂടെ വിശദമായിട്ട് പരിശോധിക്കുകയും സംസാരിക്കാൻ വേണ്ട കാര്യമാണ്. എന്നാൽ എൻ്റെ ഓർമ്മയിലുള്ളത് ഈ ടീകോം എന്ന് പറയുന്ന കമ്പനിക്ക് 12% ഭൂമി, 246 ഏക്കർ ഭൂമിയാണ് സ്മാർട്ട് സിറ്റിക്കാകെ, നമ്മുടെ ഈ കാക്കനാടുള്ളത് 246 ഏക്കർ ഭൂമിയാണ് ആകെപ്പാടെ പദ്ധതി പ്രദേശം. ഈ സ്മാർട്ട് സിറ്റി IT ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ പദ്ധതിയാണല്ലോ. അപ്പോൾ ടീകോമിന് പക്ഷേ ആ 246-ൽ 12% ഭൂമി ഫ്രീ ഹോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്വതന്ത്രമായിട്ട് എന്തും നടത്താം, അത് അവർക്ക് എന്ത് വികസന പ്രവർത്തനങ്ങളും നടത്താമെന്ന വളരെ ഫ്രീ ഹോൾഡ് എന്ന വളരെ ഫ്രീ ആയിട്ടുള്ളൊരു അഗ്രിമെൻ്റ് ആയിരുന്നു 2004 ഉണ്ടായിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ, നമുക്കറിയാമല്ലോ VS അച്യുതാനന്ദനെ, കേരളം കണ്ട ഏറ്റവും ഇത്തരം കാര്യങ്ങളിൽ കാർക്കശ്യമുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടുകയും അതിശക്തമായിട്ട് ഇതേ സംബന്ധിച്ചും നിരന്തരമായിട്ടുള്ള സമരങ്ങളും മറ്റു ഇടപെടലുകളും നടത്തിയിട്ട് അവസാനം ഈ 12% ഭൂമിയും എന്ന് വെച്ചാൽ അവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവിടെ കുറേ പദ്ധതികൾ നടപ്പാക്കുക, അതിനകത്ത് ഒരു വലിയ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ടൗൺഷിപ്പായിട്ട് ഉയർന്നു വന്നാൽ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ടൗൺഷിപ്പായിട്ട് ഉയർന്നു വന്നാൽ അതിനകത്ത് പൊന്നും വിലയുള്ള 12 ഏക്കർ ഭൂമിയിൽ ഇവർക്ക് തോന്നുന്ന പോലുള്ള വികസന പ്രവർത്തനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് പരിപാടി, ഹോട്ടൽ, മറ്റ് ബിസിനസ്സുകൾ ഒക്കെ നടത്താവുന്ന ഒരു സ്ഥലം അവരുടെ കൈവശം ഉണ്ടായിരുന്നപ്പോൾ VS അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും പറഞ്ഞു, സ്വാഭാവികമായിട്ടും അവിടെ സ്മാർട്ട് സിറ്റി ഉണ്ടായാൽ ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന മണ്ണല്ല, പിന്നീട് അതിൻ്റെ പൊന്നും വിലയായിട്ട്, അല്ലെങ്കിൽ പറയാവുന്നതിൽ ഏറ്റവും വലിയ വാക്കായതുകൊണ്ടാണ് പൊന്നും വിലയായിട്ട് ഉയരുകയും ആ 12 ഏക്കർ ഭൂമിക്ക് ഇപ്പോൾ കാണുന്നതിനേക്കാൾ ഇരട്ടി വില മൂല്യം ഉണ്ടാവുകയും ചെയ്യും. അത് കേരളത്തിൻ്റെ സ്വത്തായിരിക്കണം, നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും നിയന്ത്രണാവകാശങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് കാർക്കശ്യത്തോടെ പറഞ്ഞിട്ട് പിന്നെ ക്ലോസ് മാറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ ഇതിൻ്റെ കാര്യത്തിലേക്ക് പോയത്. അപ്പോൾ അത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരെ നടപ്പാക്കാൻ വരുമ്പോൾ UDF ഇപ്പോഴും പറയുന്നത് അതുകൊണ്ട് പദ്ധതി ഒരുപാട് വൈകിപ്പോയി, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നാണ്. പക്ഷേ നോക്കൂ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഉണ്ട്,
ആ സ്മാർട്ട് സിറ്റിയുടെ ഭൂമി അവിടെ എത്രമാത്രം വലുതായി കഴിഞ്ഞാലും കുറേയേറെ നിയന്ത്രണ പങ്കാളിത്തം നമുക്ക് തന്നെയാണുള്ളത്, സംസ്ഥാനത്തിന് തന്നെയാണുള്ളത്. വിഴിഞ്ഞം പോലെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പൊതു സ്വത്തായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ വി എസ് അച്യുതാനന്ദൻ സർക്കാർ കാണിച്ചു തന്നെ അന്നിപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കാര്യങ്ങളിൽ ഇടപെട്ട ഒരാൾ അന്ന് അദ്ദേഹത്തിൻ്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ആണ്. ജോസഫ് സി മാത്യു ഇപ്പോൾ ഇപ്പുറത്താണ്, UDF-നോട് ആഭിമുഖ്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താണ് ഇങ്ങനൊരു പൊതു സംവിധാനത്തിനകത്തേക്ക് ഭൂമി എടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സംവിധാനം വരുമ്പോൾ അതിനകത്ത് സർക്കാരിന് വേണ്ടിയിട്ട് കേരളത്തെ ജനതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് യഥാർത്ഥത്തിൽ VD സതീശൻ ജോസഫ് സി മാത്യുവിനോട് പറഞ്ഞു കൊടുത്താൽ ഈ ഉദാഹരണം വെച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അപ്പോൾ വിഴിഞ്ഞത്ത് ആ നിലക്ക് ഇപ്പോൾ VD സതീശൻ എന്തെങ്കിലും കുഴപ്പം ചെയ്തു എന്നതിലേക്ക് പറയാൻ പറ്റുന്നില്ല. വിഴിഞ്ഞത്ത് ആ നിലക്കൊരു സംഗതിയുണ്ട്. പിന്നെ ഇന്ന് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ശ്യാമിലേക്ക് വരാം. അതായത് നമ്മുടെ ദേശാഭിമാനി ഇന്നലത്തെ വാർത്ത തിരുത്തി എന്ന് പറയുമ്പോഴും ഇന്നും ദേശാഭിമാനി തെറ്റായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഷെയർ കൈമാറി ഈ MSCക്ക് എന്നാണ് അവർ ഫസ്റ്റ് ലൈൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് മുൻ പേജിലെ ലീഡ് വാർത്തയുടെ എന്ന് വെച്ചാൽ തിരുത്തലോടെയുള്ള ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണത്തോടെയുള്ള ലീഡ് വാർത്തയുടെ ആദ്യ ലൈന് തന്നെയും ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഷെയർ കൈമാറി MSC പോർട്ടിനെന്നാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണത്. നമ്മൾ ഇന്നലെയും പറഞ്ഞാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% അല്ല, വിഴിഞ്ഞം പോർട്ട് നടപ്പാക്കുന്ന വിഴിഞ്ഞത്തെ അദാനി കമ്പനിയുടെ 45% ഷെയർ ഈ ഇവർക്ക് MSC പോർട്ടിന് കൊടുത്തിരിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, KN ബാലഗോപാൽ, MV ഗോവിന്ദൻ മാസ്റ്റർ, തോമസ് ഐസക് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ദേശാഭിമാനി ഇപ്പോഴും അങ്ങനെയായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം അത് ചെറിയ തെറ്റല്ല, നിസ്സാരമായ തെറ്റല്ല. നമുക്കും ഇന്നലെ ഈ RDSൽ പറ്റി നിസ്സാരമായ തെറ്റല്ല. കാരണം ഇതാ കമ്പനിക്ക് മാത്രമാണ് ഇതിൻ്റെ ലാഭം വരുന്നത്. നേരത്തെ KN ബാലഗോപാൽ പറഞ്ഞല്ലോ, ഇത് വിഴിഞ്ഞം പോർട്ടിനകത്തേക്ക് 13,000 MSC ഷെയർ വാങ്ങിയെന്ന് പറയുമ്പോൾ MSC ഇടുന്ന 13,000 കോടി രൂപ വിഴിഞ്ഞം പോർട്ടിനായിട്ടാണ് വരിക. അതുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ മനോരമ മാതൃഭൂമി അടക്കമുള്ള ആളുകളെല്ലാം തെറ്റിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇത് അവർക്ക് മാത്രമേ ലാഭം ഉണ്ടാവുമെന്ന് നേരത്തെ KN ബാലഗോപാൽ പറഞ്ഞില്ല. അത് അവരുടെ പോക്കറ്റിലേക്ക് വരുന്ന പണമാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ റിപ്പോർട്ടിംഗ് കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തുമായിരിക്കും അടുത്ത ദിവസം പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നുന്നത്.